കിടില സാധനം കിട്ടിയ ഡ്രാഗൺ ഇത് വെറൈറ്റി ആട്ടോ, ഇത് വെറൈറ്റി ആണേ. പിക്കച്ചു 1,00,000 രൂപ ഇനി. ഇതെന്തോ വലിയ സാധനമാണ്, ഇതെന്തോ വലിയ സാധനമാണ്. പൂക്കി മച്ചാനെ തുറക്കണ ഹലോ 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 പോക്കിമാന്റെ മറ്റേ സാധനം തുറക്കുന്നു. പുള്ളി വരും. ഹലോ പൂക്കി മച്ചാൻ ബ്രോ. ഹലോ ഹായ് ബ്രോ, നമസ്കാരം. നമസ്കാരം നമസ്കാരം. ഞാൻ ഇവിടെ ലൈവ് ഇട്ട് തരാം. നമുക്ക് കാടൊക്കെ നിന്നെ എന്തിനു വിളിക്കണം ഞാൻ? ചന്ദ്രൻ എത്ര പറഞ്ഞ ഫോൺ വിളിച്ചു ചന്ദ്ര, ഫോൺ എടുക്കണ്ടേ? മെസ്സേജ് അയക്കാൻ നിന്റെ കൈക്ക് എന്തെങ്കിലും മറ്റേ കുരു വരുന്ന പിന്നെ മെസ്സേജ് ഗ്രൂപ്പിലോട്ട് ചന്ദ്രനെ ഫോണും വിളിച്ച് പേഴ്സണലായിട്ട്. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ നാട്ടിൽ ഈ കാർഡ് കളക്ഷൻ കൾച്ചർ ഒക്കെ ഇവരിങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുക പോക്കിമോൻ ചാൻ ബ്രോ. അപ്പൊ പുള്ളി എനിക്കൊരു അതിന്റെ കൂടെ ഒരു താങ്ക് യു നോട്ടൂടെ, ഹോപ്പ് യു ഹാവ് എ ഗ്രേറ്റ് ടൈം അൺബോക്സിംഗ് ദിസ് പാക്ക്. ബി ഷുവർ ടു ചെക്ക് ഔട്ട് pokemon.in ഫോർ മോർ വൺ പീസ് ആൻഡ് പോക്കിമാൻ ഫ്രം പോക്കിമച്ചൻ ടീം. ബ്രോ ഇത് നിങ്ങൾ സെയിൽസ് ഉണ്ടോ ഇതിന്റെ? സെയിൽ ഉണ്ട് ബ്രോ. കാര്യം നമ്മൾ മെയിലായിട്ട് സെയിൽ ചെയ്യുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മുടെ ഇവിടെ പിള്ളേർക്ക് ആക്സസിബിൾ ആയിട്ട് ഇത്തിരി റേറ്റ് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പൊതുവേ നമ്മുടെ നോർത്ത് ഇന്ത്യൻ വെബ്സൈറ്റ്സിനാണ് അവർ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആ പാക്ക്. അപ്പോൾ കുറച്ചും കൂടി നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിക്ക് പല റേഞ്ച് ഉണ്ട് ബ്രോ. നമ്മളിപ്പോ സ്റ്റാർട്ടിങ് തൊട്ട് ഒരു 10-300 രൂപ തൊട്ട് ലക്ഷങ്ങൾ. എനിക്ക് തന്ന ഈ പോക്കിമോനൊക്കെ എത്ര രൂപ വില ഉണ്ടാവും? ബ്രോയ്ക്ക് തന്ന ബോക്സ് രണ്ടും കൂടി ഒരു 18K ആണ്. 18,000? ആ ബ്രോ അതെ, ഇതൊക്കെ റിവ്യൂ ചെയ്യാൻ ഒരു പയ്യുണ്ട് ബ്രോ, ഡ്രീമർ ഗെയിമിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. ബ്രോ ഒരു റീച്ചും കിട്ടൂല, ഒന്നും കിട്ടൂല. നല്ല റീച്ചുള്ള ചാനലാ ബ്രോ പുള്ളിക്കുള്ളത്. നല്ല റീച്ചാണ്, നല്ല റീച്ചാണ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോ ഇങ്ങനെ പല സാധനങ്ങൾ കളക്ട് ചെയ്യുന്നതായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് കാണാറുണ്ട്. ഇവൻ എന്തിനാ ബ്രോ അപ്പൊ നമ്മള് ജീവിതത്തിൽ ആദ്യത്തെ പോക്കിമോൻ കാർഡ്. ബ്രോ ഞാൻ ഒരു കാര്യം പറയാം, ഈ കാർഡിൽ ഇനിയിപ്പോ പ്രൈസ് എന്തെങ്കിലും വലുത് അടിച്ചാലും എനിക്കത് തിരിച്ചറിയാൻ പറ്റൂല, മനസ്സിലായ? ഞാൻ ആദ്യം ഒരു ലിങ്ക് അയച്ചെന്ന് എനിക്ക് ടൈം ഔട്ട് വരുമെന്ന് അറിയത്തില്ല. ആ ഒരു പേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കിട്ടാനുള്ള ഏറ്റവും വില കൂടിയ കാർഡ് തൊട്ട് ഏറ്റവും വില കുറഞ്ഞ കാർഡ് വരെയുള്ള ഒരു ലിസ്റ്റ് അതിനകത്തുണ്ട്. ബ്രോ ഇത് നമുക്ക് ആദ്യം ഇത് ജസ്റ്റ് കളിക്കാൻ പറ്റും. നമുക്ക് ഇത് ജസ്റ്റ് ഇത് നല്ല അല്ല, ഇതിനകത്ത് കിട്ടിയതിനകത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടോ നല്ലതുണ്ടോ എന്ന് ജസ്റ്റ് മാത്രം പറഞ്ഞാൽ മതി. എന്നിട്ട് നമുക്ക് പിന്നെ നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു ബോക്സിനകത്ത് കണ്ട ഇതുപോലെ കുറെ കവർ, മറ്റേ പണ്ടത്തെ മറ്റേ മുട്ടായി ഇല്ലേ അതിന്റെ പോലത്തെ ഇതുപോലെ ഇങ്ങനെ കുറെ കവേഴ്സ് ഉണ്ട് കണ്ട. അപ്പൊ അതിനകത്ത് വേറൊന്നും ഇല്ല, ബോക്സ് ഞാൻ കളയാൻ പോവാണ്. അപ്പൊ ഇത് ആക്ച്വലി ജാപ്പനീസ് ആണ്. ഇതിന്റെ ജാപ്പനീസ് വേർഷനും ഇംഗ്ലീഷ് വേർഷനും ഉണ്ട്. അപ്പൊ ഇത് ആക്ച്വലി ജാപ്പനീസ് വേർഷൻ ആണ്. ഇവന് ജാപ്പനീസാ ഇഷ്ടം. അപ്പൊ ഗൈസ് ഇതിനകത്ത് തന്നെ 1 2 3 4 5 6 7 8 9 10 10 പാക്ക് ഉണ്ട്. ഇതിൽ ഓരോന്നിലും ഓരോ എത്ര കാർഡ് വെച്ചാണ് ബ്രോ? ഓരോ കാർഡുള്ളോ? 10 വ്യത്യാസം ഉണ്ടല്ലോ എന്തെങ്കിലും ചെയ്ത മുഖത്ത്. ചെറിയ ചെക്കനെ ഇനിയിപ്പോ ക്ഷീണിച്ചവരിനെ. അപ്പൊ ആദ്യത്തെ കാർഡ് ഞാൻ പൊട്ടിക്കുവാണേ. ഓ ഇതിനകത്ത് ഇത് ഓരോന്നിലും 10 കാർഡ് വെച്ചുണ്ടല്ലേ? ഓക്കെ, ഓരോന്നിലും 10 കാർഡുണ്ടേ. അപ്പൊ ആക്ച്വലി ഒരു പാക്ക് ട്രിക്ക് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. അതായത് നമ്മൾ ബാക്കിൽ നിന്ന് ഈ സെറ്റിന് ബാക്കിൽ നിന്ന് 2 കാർഡ് എടുത്ത് ഫ്രണ്ടിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബാക്കിൽ വില കൂടിയ കാർഡ് വരുന്ന രീതി വരും. ഏറ്റവും ബാക്കിൽ 2 കാർഡ് എടുത്ത് ഫ്രണ്ട് വെച്ച് ഓക്കെ വെച്ച് അപ്പൊ ഓക്കെ ഞാൻ കാണിക്കാം, ഓരോന്നോരോന്ന് കാണിക്കാവേ. അപ്പൊ ബ്രോ ആദ്യത്തെ കാർഡ് ഇതാ. അപ്പൊ ആദ്യമൊക്കെ നമുക്ക് നോർമൽ കാർഡ്സ് ആയിരിക്കും. സത്യം പറഞ്ഞാൽ ഇത് വെച്ച് നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു ലൈക് TCG ഗെയിം ഉണ്ട്. വലിയ ടൂർണമെന്റ്സ് ഒക്കെ നടക്കുന്നത്. ഇതിലൊന്നും ഇല്ല നമുക്ക്. അയ്യോ അങ്ങനെ അത് ഏറ്റവും ലാസ്റ്റ് കാണത്തുള്ളൂ ഹിറ്റ് ആണല്ലേ? അപ്പൊ ഇതൊക്കെ നോർമൽ കാർഡ്സ് ആയിരിക്കും. അതെല്ലാം നോർമൽ കാർഡാ. ഇതെല്ലാം പ്ലേയബിൾ കാർഡാ. എങ്ങനെ കളിക്കുന്ന ഇതൊക്കെ? ഇഷ്ടമുള്ള കാർഡാ. നിസ്സാര പൈസ ഉണ്ടാവും തോന്നുന്നതിന്. ഇതിന് ചെറിയ ചെറിയ പൈസ ഉള്ളൂ. 5 രൂപ 5 രൂപ 5 രൂപ 5 രൂപ റേഞ്ചൊക്കെ ആണ്. ഇതിനൊക്കെ എത്ര രൂപ?
ഇതൊക്കെ നോർമൽ കാർഡ്സ് ബ്രോ, ഇതിനൊന്നും വലിയ റേറ്റ് ഇല്ല. റേറ്റ് ഇല്ല. ഇത് മൂന്നാമത്തെ കാർഡ്. നമ്മള് ലാസ്റ്റ് പോകുമ്പോഴാണ് ലാസ്റ്റ് അങ്ങ് എത്തുമ്പോഴാണ് റേറ്റ് വരുന്നത്. ഗൈസ് ഇത് നാലാമത്തെ കാർഡ്. ഇതെല്ലാം നോർമൽ കാർഡ്സ് ആണേ. ഇത് അഞ്ചാമത്തെ കാർഡ്. ഇത് നോർമൽ. റേറിറ്റി മാറുമ്പോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അതിന്റെ ആർട്ടൊക്കെ ആറാമത്തെ കാർഡ്. ആർട്ട് മാറും. ഇച്ചിരി കൂടി കടന്നു തിളക്കമൊക്കെ ഉണ്ട് കേട്ടോ. അതെ ഇത് ആക്ച്വലി ഹോളോ എന്നാ പറയുന്നത് ഈ കാർഡിന്. ഹോളോ കാർഡ് എന്ന് പറയുന്നത്. ഹോളോ കാർഡ്. പിക്ചർ മാത്രം ഷൈനിങ് ഉണ്ടാവും. ഹോളോ. ഇതെന്താ? ഓ കിട്ടി ഇതൊക്കെ നോർമലാ. വൺ പീസ് തുറക്കാൻ എല്ലാം കൂടെ ഒരുമിച്ച് തുറക്കാൻ പറ്റുമോ? വാടകടാ നീയൊക്കെ. അയ്യോ, വൺ പീസ് ഒന്നും പറയണ്ട. ഇതെല്ലാം അതും ഏകദേശം നോർമലാണ്. ഇത് വെറൈറ്റി ആട്ടോ. ഇത് വെറൈറ്റി ആണേ. ഓ 1,00,000 രൂപ ഇനി. നിന്റെ അച്ഛൻ തരും 1,00,000. അല്ല അത്ര എക്സ്പെൻസീവ് അല്ല, എന്നാലും അതിന്റെ ഒരു മീഡിയം റേഞ്ചിലുള്ള ഈ പാക്ക് തുറക്കുമ്പോ ഇങ്ങനത്തെ ഒരു കാർഡ് ഗ്യാരണ്ടി. ഒരു ഇത് 100 രൂപ 110 റേഞ്ച് ഒക്കെ. ബ്രോ വേറെ വലിയൊരു ഫാക്ടറി ഇതിനകത്തുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ പുറത്തെ രാജ്യങ്ങളിലൊക്കെ 20-25 കൊല്ലമായിട്ട് ഈ കമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് വിൽക്കാനും വാങ്ങാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പൊ നല്ലൊരു കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നാളെ തന്നെ വിൽക്കാമെന്ന് പറഞ്ഞൊരു സെറ്റപ്പിലാണ് കുറെ പേര് ഇതിനകത്തേക്ക് വരുന്നത്. അതിന് ബ്രോ അല്ല, ഞാൻ ജനറലി ലൈക്ക് എല്ലാരും കേൾക്കുന്നത് കുറെ പേര് കേൾക്കുന്നോണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു. അടുത്ത സെറ്റ് കാർഡ് ഇത് കോമൺ, അതില് കോമൺ കാർഡാണെന്നാ പറയണേ. 1000 രൂപയല്ലേ ഇത് അടുത്തതും കോമൺ കാർഡ്. അടുത്തത് ഒരു കോമൺ. ജാപ്പനീസ് ബോക്സ് മേടിക്കുന്നതിൽ ഒരു പ്രത്യേകത ഉണ്ട്. കാര്യം നമുക്ക് ഹിറ്റ്സ് ഗ്യാരണ്ടീഡ് ആണ്. ഇപ്പൊ എന്തായാലും ബ്രോയ്ക്ക് എന്തെങ്കിലും കിട്ടും. ഓക്കെ, ഇതിലൊരെണ്ണം. ഇതൊരു വെറൈറ്റി ആണ്. ഇത് വെറൈറ്റി ആണ്. അല്ലാതെ കൈയൊക്കെ പറക്കണം. ഹോളോ കോച്ചിന് വിവരമുണ്ടെന്ന് ഇതിനെ കുറിച്ച്. കളക്ട് பண்ணிட்டு இருந்தா. ഇത് ഹോളോ കാർഡാ. ഇത് ഹോളോ കാർഡാ. എടാ കോച്ചിന്റെ ചിഹ്നം അറിയില്ല. ഇത് കോമൺ കാർഡാ. ഇതൊന്നും വലിയ സാധനമാണ്. ഇതിലൊരു ഉണ്ടോ? മൊട്ട പപ്സിന്റെ പിന്നെ ഏകദേശം ഒരു 90 to 100 ആ ലാസ്റ്റ് രണ്ട് കോമൺ കാർഡ്സ് ആണ്. ഇത് രണ്ട് ഭയങ്കര കോമൺ കാർഡ്സ് ആണ്. അവ 2 പാക്കറ്റ് തീർന്ന് ഇനി 3ാമത്തെ പാക്കറ്റ് എടുക്കാൻ പോണേ. ചന്ദ്ര സൈപ്പേ നല്ല വില കൂടിയ കടകൾ നോക്കി വെക്കട്ടോ. അവിടെ പോയി അടുത്തതും തുടക്കം തന്നെ ഒരു കോമൺ കാർഡ്. 1 2 3 ചന്ദ്രന്റെ പ്രാർത്ഥന. മറ്റേ സാധനം കഴിക്കണല്ലേ, മറ്റേ തൂക്കിണ്ട് നടക്കത്തില്ല. 4 അന്ന ബർത്ത് ലെവൽ കാർഡ് കിട്ടുന്ന ഇതുപോലെ തിളക്കമുള്ളൊരു കാർഡ്. ഇനി 150 രൂപ. ഈ ഹോളോ കാർഡിനൊക്കെ 100 രൂപയല്ലേ? ഹോളോ കാർഡ് എത്ര പ്രൈസ് ഇല്ല ബ്രോ? ഹോളോ കാർഡ് 5 പോലും ഇല്ലപ്പല്ലേ? 250. ഇനി 250. കിട്ടിയാലേ അതിന് മാർക്കറ്റ് ഇല്ല. കുറച്ചുകൂടി ആർട്ട് വർക്ക് ഉള്ള കാർഡ്സിലാണ്. എടാ എനിക്ക് എന്തോ ഒരു കിടില സാധനം അടിച്ചിട്ടുണ്ടേ. ഇതൊരു കിടിലമാണ്. ഇത് കിടിലമാണ്. പറഞ്ഞത് ചാത്തനായിരിക്കും. കിടിലമാണ്. അതും നോർമലി എക്സ് ആണ്. യോഗ ഇല്ല അമ്മണി. അണ്ണ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കാണിക്കേ. ഇത് 2 ഞാൻ ബാംഗ്ലൂരിൽ അടിച്ചു വിളിച്ചിട്ട് അണ്ണ ഇങ്ങനെ വെറുതെ എക്സ്പെക്ട് ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ കാണിക്കേ. അപ്പൊ അതുകൊണ്ട് നമ്മള് 2 കാർഡ് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് വെക്കുന്നത് അതുകൊണ്ടാണ്. അതാകുമ്പോ ലാസ്റ്റ് ആ കാർഡ് വരുന്നത്. കിട്ടിയാ മതി. നീ ഓർഡറിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. നിനക്ക് വല്ല അറിയാവോ ഇതിനെ പറ്റി? ധാരണ ഉണ്ട്. ഓർഡറിൽ വെച്ചാൽ എവിടെയും കളിയാ. നിനക്ക് എന്താ അറിയാളിയാ? നടക്കുന്ന എന്തൊക്കെ ചെയ്യുന്നേ? ഉത്സവ പറമ്പിൽ ചീട്ട് കളിക്കണ പോലെ അല്ല അളിയാ ഇത്. ഇതിനെപ്പറ്റി ബോധമുണ്ട്. ഇത് അടുക്കിയൊക്കെ കാടൊക്കെ എടുക്കുന്ന രീതി ഉണ്ട്. എന്താ കാണിക്കുന്നത്? ഞാൻ ഇത് ചെയ്തോളാം. നീ ഒന്ന് മിണ്ടായിരിക്കും. അടുത്തത് ഇത് കോമൺ കാർഡ്. ഇതും അങ്ങനത്തെ ഒരു കോമൺ കാർഡ്. പഠിച്ചിട്ട് ആള് പഠിച്ചു. കോമണേ കിട്ടുള്ളൂ. കോമണേ ഉള്ളൂ.
ഇത് വാങ്ങാൻ ദാ ഇപ്പൊ വരാൻ പോണേ, ഒരു സാധനം വരാൻ പോണേ. ഇന്ന് വല്ലതും കിട്ടും. 1000 രൂപ ഇനി 1000 രൂപ. ഇത് 150 follow. ഫുള്ള് റെസ്പെക്ട് ചെയ്തോ. കോമഡി ഓ ഇതും അതുപോലെ വേറൊരു സാധനം വരാൻ പോണേ, വേറൊരു സാധനം വരാൻ പോണേ, വേറെ സാധനം വരാൻ പോണേ. നോർമൽ Oh, അത് nice ആണ്, yes. ഇനി 10 രൂപ 10 രൂപ. ഇത് എടാ, ഇതും പിന്നെ പുള്ളിയോട് ചോദിക്കട്ടെ, ഇത് നല്ല കാണാണോ? ആ ഇത് ഹിറ്റാണ്. അതിന്റെ ഒരു ഫുൾ ഇപ്പൊ നേരത്തെ പോലെ അല്ലേ, ഇത് മൊത്തം ആർട്ട് ഉണ്ടല്ലോ, കാർഡിന്റെ ടോപ്പ് ടു ബോട്ടം ആർട്ട് വർക്ക്. ഇതിന് ഉണ്ടാവും ഒരു 1000 രൂപ. சோ இது வந்துட்டு அந்த ஆனிமேல வரும்போது அந்த பிக்சர் ஆனு சோ அதனால அந்த கார்டை எடுத்துட்டு வந்தா எக்ஸ்பென்சிவ் മനസ്സിലായോ ആനിമേல வர சேம் போட்டோ ഓ അപ്പൊ சீன் ஒரு சீனோட கேப்ചർ ചെയ്ത് എക്സ്പെൻസീവ് എന്ന് പറയുമ്പോ എത്ര? 150 275 രൂപ. നോർമലി $7 ഒക്കെ വരാറ്. $7 97 630 രൂപ. ഒരു 500-400 ആ റേഞ്ച് ആയിരിക്കും. ഞാൻ ഓസ്ട്രേലിയ മാറ്റി വെച്ചു അണ്ണാ, അത് മാറ്റി വെച്ചു. വെറുതെ പാக்கலாம் ബ്രോ, ഇങ്ങനത്തെ കാർഡ് കിട്ടുമ്പോ ഇങ്ങനത്തെ കാർഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിട്ട് ഞാനൊരു സ്ലീവ് പിന്നെ അതിനുള്ള ഹാർഡ് കേസ് തന്നിട്ടുണ്ട്. ഇങ്ങനത്തെ കാർഡ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് ഇത് ഉണ്ട്, ഇതുപോലെ ഒരു സ്ലീവ് ഉണ്ട്. ഈ സ്ലീവിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ കാർഡിന് ഡാമേജ്. അതിനൊരു വേറൊരു പ്ലാസ്റ്റിക് അല്ലല്ല, അങ്ങനെയല്ല, വേറൊരു ചെറിയൊരു സ്ലീവ് കൂടി തന്നിട്ടുണ്ട് കാർഡ് കവർ ചെയ്യാൻ വേണ്ടി. ഒരു പ്ലാസ്റ്റിക് അങ്ങനെയല്ല ബ്രോ, ആ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ചെറിയൊരു സ്ലീവ് കൂടി കിട്ടും, ഒരു പ്ലാസ്റ്റിക്കിന്റെ. എന്നിട്ട് വേണം അതിനകത്ത് ഇതിന് 100 രൂപ ഇടിഞ്ഞല്ലേ? 100 രൂപ കുറഞ്ഞിട്ട് 100 രൂപ ഇടിഞ്ഞു. ഇതിന്റെ കണ്ടീഷൻ അനുസരിച്ചാണ്. കണ്ടീഷൻ கார்டுல ஒரு ஸ்கிராட்ச் வரக்கூடாது കണ്ടീഷൻ അനുസരിച്ചാ വില വരുന്നത്. ഇത് പോയി അതാണ് പോയി. 200 രൂപ പോയി. കുറച്ച് 500 രൂപ 200 രൂപ പോയിടാ. 500 രൂപ പോയി. പഴയ കാർഡ് കാർഡിന്റെ കണ്ടീഷൻ അല്ല, അത് ഇട്ട് വെക്കുന്നതിന്റെ കണ്ടീഷൻ കുറച്ച് മോശമായി. പ്രശ്നം ഉണ്ടോ? ബ്രോ ശരിക്കും നാളെ തന്നെ പോയി പ്ലാസ്റ്റിക് കവറും ആ സാധനവും ഞാൻ വെച്ചുകൂടാ. വീട്ടിലുണ്ടാവും. നീക നാളെ തന്നെ നോക്കി ചന്ദ്ര സ്വിഫ്റ്റ് എടുത്ത് പോകും. Guys, അപ്പൊ ഇതൊരു മന്തിയാണ്. കണ്ട, ഒരു മന്തി നിങ്ങൾക്ക് കാണുന്നത് ഇതുണ്ട്. ഇതാണ് ഒരു മന്തി, മനസ്സിലായോ? കണ്ട, അത് ഞാൻ സേവ് ചെയ്ത് വെച്ച്. അണ്ണാ PC സൈഡ് വെച്ചാൽ മതി നമ്മൾ. ഒരു പൊണ്ണു. ഇനി അടുത്തത് ഒരു വലിയ സാധനമാണേ. നോർമലി ഇതൊക്കെ എന്താ പോലും മനസ്സിലായോ കേട്ടോ. ഇതെന്താ ഇത്? പായ്ക്കപ്പൽ. ഞാൻ കഴിച്ച് പറയാം, ഞാൻ ഫേസ് ക്യാം ഫുള്ളാക്കി വെച്ചിരിക്കാം. അടുത്ത പാക്കറ്റ് പൊട്ടിക്കാൻ പോണേ. എത്രാമത്തെ എണ്ണ ഇത്? അണ്ണ പോട്ടിക്ക് ഭാഗം കീറി പോയ അവസ്ഥ. അടുത്തത് ഇതൊരു കോമൺ കാർഡാ. വലിയ ഡെക്കറേഷൻ ഒന്നും ഇല്ല. ഇതൊരു പഠിച്ച് പിന്നെ ഡെക്കറേഷൻ ഒന്നും ഇല്ല. പഠിച്ചേട്ടാ. ഇത് അടുത്തത് ഇത്. അടുത്തത് കുറച്ച് കളറും വെള്ളമൊക്കെ ഉണ്ട്. നോർമൽ കാർഡ്. അത് നീങ്ങ കൊടുക്കണേ. ഇതും ഒരു കോമൺ എല്ലാം കോമൺ. അടുത്തതിന് കുറച്ച് അധികം കളർ ഉണ്ടേ ബ്രോ. ഇത് ഗോൾഡ് കളറൊക്കെ ഉണ്ട് കേട്ടാ. നോർമലാണ്. നോർമൽ ഇതൊരു മന്തിക്കുള്ള വെള്ളമുണ്ടേ. ഇത് മന്തിയാണ്. ഇത് മന്തിയല്ലേ? മന്തി പോയി. ഗ്രാഫിക്സ് വേണം, അതാണ് എക്സ്പെൻസീവ്. ഇത് ബാക്കി ഇത് 2 ഇത് 2 കോമൺ കാർഡ്സ്. ഇതും കോമൺ കാർഡ്. അതെ, ആനിമേ. ടീം റോക്കറ്റ്സ്ல വരും. അറിയാലോ. ആ ഫുൾ ബണ്ടില് പോയി പൊട്ടിച്ചപ്പോ തന്നെ. കീറിയിട്ടില്ല. അങ്ങനെ സ്നേഹത്തില് പൊട്ടിക്കണം. ഓ, സ്നേഹത്തില് പൊട്ടിക്കാം. തടവിയില് അപ്പൊ തന്നെ കോമൺ കാർഡ്. കോമൺ അല്ലാതെ അതിൽ കാടൊക്കെ പിന്നെ അത് കാർഡ് വേറെ കോമൺ കാർഡ്. അത് കണ്ടത് നോക്കുന്നുണ്ടോ? ഇതെല്ലാം ഇങ്ങനത്തെ
ഞാൻ ഇതും കോമൺ കാർഡാ. അളയെ പോട്ടിരുന്ന് ഇതും കോമൺ കാർഡാ. ഇത് ഇവിടെ കിട്ടില്ലേ ബ്രോ വാങ്ങിക്കാൻ? bro, കിട്ടും. അടുത്ത മന്തി ഞാൻ വരുന്നുണ്ട്, സൈറ്റ് അടുത്ത പറഞ്ഞുതരാം. മന്തി വരുന്നുണ്ട്. ഇത് കഴിയുമ്പോ അടുത്ത മന്തി വരുവേ, അടുത്ത മന്തി വരുവേ. അതില്ല. നോക്കി ഇത് 1 ലക്ഷം 1 ലക്ഷം 1 ലക്ഷം. ഇത് മന്തിയല്ലേ, ഇത് മന്തിയല്ലേ? ഇത് മന്തി അത് nice ആണ് bro. ഞാൻ പറഞ്ഞിട്ടേ സ്നേഹത്തില് തുറക്കണം. ഇത് ഈ സെറ്റിലെ ഏറ്റവും വില കുറഞ്ഞ ഫുൾ ആർട്ട് ആണ് വില കുറഞ്ഞത്. ഫുൾ ആർട്ടാ. ആ കാർഡ് നിറഞ്ഞ പടം ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അതാണ് ഫുൾ ആർട്ട്. യെസ്, ഇതൊരു 10-600 രൂപ ഉണ്ടാവില്ലേ, 500 ഉണ്ടാവില്ലേ? ഇതൊരു 200 രൂപ. ക്വാർട്ടർ മന്തി മയണൈസ്. കാർഡിൽ ബുക്കുമ്പോ ആയില്ലേ 10,000 രൂപ. ഇത് മറ്റേ മുമ്പലത്തെ പോലെ തന്നെ അങ്ങനത്തെ കാർഡ്സ്. നോർമലി ഇത് ആ ഒരു കാർഡ് ഈ പാക്കിൽ ഗ്യാരണ്ടീഡ് ആണ് നോർമലി. ഇത് രണ്ടും കോമൺ കാർഡ്സ് ഗൈസ്. സ്ക്രാച്ച് ആക്കാണ്ട് വേണം. അടുത്തതില് നമുക്ക് ഒരെണ്ണം ഉണ്ടാവും ഗൈസ്. ഒരു പിന്നെ സാധനം ബ്രോ ഒരു കാര്യം, അത് പിടിക്കുമ്പോ ജസ്റ്റ് ഒന്ന് വളയാതെ ഒന്ന് പിടിക്കണം. ബ്രോ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ലല്ലേ. ഇത് ഞാൻ യുനോ കാർഡ് പോലെ കശക്കി കുഴപ്പമുണ്ടോ? മറ്റേ ചീട്ട് കളിയുടെ ആളാണ് മറ്റേ നാട്ടിൽ നിന്ന് മറ്റേ പറമ്പിലൊക്കെ ഇരുന്ന് അമ്മമാരോടെ കളിക്കുന്ന ആ വൈബാണ്. ഇവരെന്ത് ഇതൊക്കെ കൊടുത്ത് എനിക്ക് തരണ്ടേ ഇതൊക്കെ? തലയിൽ കിരീടമൊക്കെ വെച്ചിരിക്കുന്നു. ഒരു പറഞ്ഞിരിക്കുവാ ഒരു നാല് വെള്ളത്തിലൊക്കെ മറ്റേ ഇതുണ്ടല്ലോ വെള്ളക്കെ കിരീടം വെച്ചിരിക്കുവൻ. ഇതൊക്കെ കോമൺ ആണ്. ഇത് കോമൺ കാർഡ്സ് ആണ്. ഇതൊക്കെ കണ്ട 1 2 3 അടുത്തത് 4. അങ്ങനെ ഇതൊരു ഹാഫ് പന്തിയെങ്കിലും കഴിക്കാൻ പറ്റുന്ന വകുപ്പുണ്ടോ നോക്കിയ ബ്രോ കേട്ടോ. ഫുൾ ആർട്ട് വേണം, നിറഞ്ഞിരിക്കണം അത് കാർഡ് മൊത്തവും. കാർഡ് മൊത്തം നിറഞ്ഞിരിക്കണം. അങ്ങനെ ഒരു കാർഡ് ഇനി ഇല്ല അളിയാ. ഇല്ല അത് തപ്പിട്ട് അത് കാണിക്കും. ഓ ഇത് ഒരു ബോക്സ് ഹിറ്റ് കൺഫേം ആയിട്ട് ഒരെണ്ണം കൂടി കളർ മാറിയേ ഉള്ളു അണ്ണാ. ഒരെണ്ണം കിട്ടോ? 5000 ഒരെണ്ണം കിട്ടോ? ഇത് കിടിലോ. ഇത് കിടില്ല, പക്ഷെ ഇതിന് 5 പൈസ ഇല്ല. മനസ്സിലായി? നോർമൽ നോർമലി ഇല്ല. കളിക്കറിയോ നിങ്ങളെ ഇത് വെച്ചിട്ട്? അളിയാ പിന്നെ എത്ര വട്ടം കളിച്ചേക്കുന്നത്. പണ്ട് സച്ചിന്റെ ഒക്കെ കാർഡൊക്കെ വെച്ച് കളിച്ചല്ലോ, നമ്മൾ ഓർമ്മയില്ലേ നിനക്ക്? ഞാൻ അണ്ടർടേക്കറിന്റെ ആയിരുന്നു. അതെ, അണ്ടർടേക്കർ, റാൻഡി ഓർട്ടൺ, ജോൺ സീന. 100 പോയിന്റ് ആയിരുന്നു. അടുത്ത പാക്കറ്റ് അറിയാം മുച്ചിരി ഇത് ബ്രോ. ബി ജംഗിൾ. ഓക്കെ, ഒരു മിനിറ്റ്. അണ്ടർടേക്കർ ആരടാ മുച്ചിരി? അണ്ടർടേക്കർ കെയിന്റെ ഏട്ടൻ. മറ്റേ ബോക്സിംഗ്. അല്ലേ? ഓക്കെ. നോർമൽ EX മാറ്റി വെക്കാം എല്ലാം മാറ്റി വെക്കാം. ഇത് പതിവ് പോലെ നോർമലി മാറ്റി വെച്ചോട്ടോ ബ്രോ. അത് അത്യാവശ്യം കളക്റ്റബിൾ ആണ്. ഓ ഓക്കെ. എല്ലാം കൂടി കൂട്ടിയും കൊടുക്കാം. ബ്രോ ഇതൊരു ചെറിയ ഇത് കൊള്ളാം, പക്ഷെ കാണാൻ കൊള്ളാം, രസമുണ്ട്. ഇത് ഫുള്ളി ഇതിന്റെയൊക്കെ പേരറിയോ? പേരറിയും. ഇതിന്റെ പേരെന്തൊരു കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. ഇതില്ല, ലൈനൂൺ എന്ന് പറഞ്ഞ കാണാൻ തോന്നുന്നു. എന്റെ അമ്മ, ഇതൊക്കെ ഒബ്സ്റ്റഗൂൺ എന്നാണ് അതിന്റെ പേര്. ഓ അത് നൈസ്, അത് കൊള്ളാം. അത് കേട്ടില്ല. ഇത് മന്തിക്കൊള്ളയില്ലേ? എന്നാണ് എന്റെ പേര്. ഓ അപ്പൊ ഇത് കൂടി മാറ്റി വെക്കാം. കോച്ചിന്റെ പറഞ്ഞു ഇതുവരെ ദേവൂട്ട കടിച്ചു പിടിച്ചിരിക്കും. അടുത്ത മന്തി വരാൻ പോണേ. ഇതില് വിളിയുണ്ടാ? ഇത് അടിപൊളിയാണ്. ഇത് ഈ ബോക്സിൽ നിന്ന് കിട്ടാവുന്നതിൽ അത്യാവശ്യം നൈസ് കാർഡാണ്. അപ്പുറത്തെ പോയി 2 ഉണ്ടേക്ക് ഉണ്ട് കേട്ടോ. 1 ലക്ഷം. ഇതൊക്കെ നോർമൽ. ഇത് കൊള്ളാം. ഈ കാർഡ് കാണാൻ പക്ഷെ നല്ല രസമുണ്ട്. കണ്ടോ? കാർഡ് കാണാൻ നല്ല രസമുണ്ട്. കണ്ടോ നോക്ക്. ഷാർക്കാണ് അതെനിക്ക് തരാളിയാ. തരാം, നിനക്ക് തരാം. ഇതിന്റെ ലാസ്റ്റ് കാർഡ് ഇതാണ്. ഇതെല്ലാം ബ്രോയ്ക്ക് നേരത്തെ കിട്ടിയ കാർഡിന്റെ വില ഏകദേശം 1700 രൂപ വരും. കേട്ടിലോട്ട് ആ ഡ്രാഗനും അത്യാവശ്യം വില ഉണ്ടെന്ന് തോന്നുന്നു. ആ നീല ഡ്രാഗൻ അല്ലേ ലാസ്റ്റ് എടുത്തില്ലേ? തീ കുതുകളെ കാടി. ഒരു
അയ്യോ ഇത് അങ്ങനെയല്ലേ വെച്ചിട്ട് കൊടുത്താ സാവധാനം തടവി സാധാരണ തടവി കേട്ടിട്ട് അത് ആദ്യം ആ പ്ലാസ്റ്റിക് ഇതിലിടാം പ്ലാസ്റ്റിക് റെഡി റെഡി ഏറ്റവും ആവേശം ഉണ്ടാവനെ ആഹാ മുടുക്കനായി നമ്മൾ 1000 രൂപ കാർഡൊക്കെ കൊണ്ട് ചെല്ലുമ്പോ ലാസ്റ്റ് അവിടെ ചെല്ലുമ്പോ പറയാം 5 രൂപ നാരങ്ങളുള്ളതെന്ന് പറയല്ലോ പറഞ്ഞു വിടണല്ലേ. എത്ര വയസ്സുണ്ടായില്ല നിനക്ക് 30 ആയില്ലേ? എനിക്ക് 30 ആയില്ല, 30 ഇനി 2 വർഷമുണ്ട്, മനസ്സിലായ? ക്യാമറയിൽ എന്താ വന്നിരിക്കണേ? അടുത്ത് പൊട്ടിക്കാൻ പോടെ. ഇനിയുണ്ടോ? പിന്നെ ഇനി 2 ഉണ്ട്, ഇതും ഒരെണ്ണോടെ. ഇനി 2 ബോക്സ് ഉണ്ടാ? കോമൺ കാർഡ. അടുത്തത് ഒരു കോമൺ കാർഡ. മൊത്ത കാർഡ് എടുത്ത് മറ്റേ ടീച്ചർ പോലെ ആക്കി അടുത്തൊരു കോമൺ കാർഡ. ഇതിലൊന്നുണ്ട്. ഇതിലും കോമൺ കാർഡ. ആ ഇതിലൊരു 50,000 കിട്ടും. കാണിച്ചേ അളി ഇപ്പൊ കഴിഞ്ഞ നടന്ന് കാണിച്ചേ കഴിഞ്ഞ അടുത്ത് 6 ക്രാമറിന്റെതാണ് അതിന്റെ പേര്. താരാണ് ഇവനെ വിശേഷിപ്പിക്കുന്ന ആൾക്കാര്. അതെ ഇങ്ങനെ ഈ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ഫുൾ മന്തി വരുന്നുണ്ടേ. ഇങ്ങനത്തെ ഒരു കാർഡ് ഇതിനകത്ത് ബോക്സ് ഗ്യാരണ്ടീഡ് ആണ്. ഒരു സെക്കൻഡ് പ്രയാണം കാണുന്നവരാ. അല്ല നീ കാർഡിനെ കണ്ടോ? അല്ല ഈ കാർഡിനെ കണ്ടോ? ബാക്കി 3 ഇതുപോലത്തെ കോമൺ കാർഡ്സ് ആണ് കേസ്. ഇത് 3 അങ്ങനത്തെ കാർഡ്സ്. ഇനി നമുക്ക് ലാസ്റ്റ് ബോക്സ് ആണ്. പോക്കിമോൻ കഴിയാൻ പോവാ. വി ആർ ഗോയിങ് ടു വൺ പീസ് അറിയാട്ടാ. കണ്ണ ചന്ദ്ര ചോദിക്ക്, 1 പീസ് ചോദിക്ക്. ബ്രോ ഇതെല്ലാം അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഇത്. ഇതാണോ 1 പീസ്? അല്ല ഇനി ഇത് പോക്കിമോനാ. ഇപ്പൊ നേരത്തെ കിട്ടിയ കാർഡ് ഏകദേശം ഒരു 450 അടുത്ത് വരും. സെറ്റ്. അപ്പൊ ഇത് ലാസ്റ്റ് ബോക്സ് ആണ്. പോക്കിമോനിലെ ലാസ്റ്റ് ബോക്സ് ആണ്. 1 പീസിന്റെ കാർഡ് ഉണ്ടല്ലേ? 2 അത് വാങ്ങിക്കണേ. എനിക്ക് തരണേളെ. 3 തരാം നിനക്ക് തരാം, എല്ലാം തരാം. നാളെ വരാ. നീല ഡ്രാഗണല്ലേ, അത് കൊള്ളാം ബ്രോ. ഇത് എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് സീൻ കാർഡാണെന്ന് തോന്നുന്നു. ബെൻഡന്റെ വാച്ചാണ് ഇത്. അത് പ്ലേയബിൾ കാർഡേ. അത് ബോക്സിൽ ഒരെണ്ണം കൺഫേം ആണ്, അങ്ങനത്തെ ഒരു സാധനം. ഓക്കെ ഇത് എനിക്ക് അത് നല്ലതാ, കളക്ട് ചെയ്തൊക്കെ നല്ലതാ. ഇത് മമ്മി ചന്തി പോലും ഉണ്ടാവില്ല. ഇത് എന്തിലുണ്ടോ? നോർമലി അപ്പൊ ഇതിലുണ്ട്. ഇത് എന്താണ്? ഒരു കാർഡ് അവര് കൊട്ടയാ തന്നെ എനിക്ക് കണ്ടാ. അത് ട്രെയിനർ കാർഡാണ്. ബാക്കി 2 ഗൈസ് കോമൺ കാർഡ്സ് ആണ് ഇതിനകത്ത്. അപ്പൊ ഗൈസ് നമുക്ക് ഇത്രയും കാർഡാണ് കിട്ടിയത്. ഇത്രയും കാർഡ് ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഇതാണ് സാധനം. ஸ்கிராட்ச் பண்ணதுடா 9000ல உங்களுக்கு வந்துட்டு പ്രശ്നമില്ല. ஈகிலே മറ്റേത് സൂക്ഷിച്ചാൽ മതി. 9000ல உனக்கு കിട്ടിയത് 2000 സംതിങ് தான். ഗൈസ് അതാ പറഞ്ഞ ഇതൊരു ലോട്ടറി പോലെ, മനസ്സിലായ? ഇപ്പൊ നമ്മള് ഈ കാർഡിന് ഒരു 9 എത്ര രൂപ ഉണ്ടാവും ബ്രോ? ഇപ്പൊ നമ്മള് പോക്കിമാന്റെ ചെയ്തേ ബോക്സിന് 10K അടുത്ത് വരും. 10,000 രൂപയുടെ ബോക്സ് നമ്മൾ അൺബോക്സ് ചെയ്തപ്പോ നമുക്ക് എല്ലാം കൂടെ ഒരു 2000 രൂപയുടെ കിട്ടിയത്. ഇത് ലക്കാണ്, മനസ്സിലായത്? നിങ്ങൾക്ക് ഇത് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ നോക്കല്ലേ, ഇതൊരു ഹോബി കളക്ഷൻ അങ്ങനത്തെ സാധനം ആയിട്ട് നിങ്ങൾ ആക്ച്വലി അതിനൊരു ഇൻവെസ്റ്റ്മെന്റ് സൈഡ് ഉണ്ട്. നമ്മൾ ഈ ബോക്സ് പൊട്ടിക്കാതെ വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം വരുമ്പോ ഒരു 2 years ഒക്കെ കഴിയുമ്പോൾ ഇതിന്റെ വില നേരെ 20K 25K. അമ്പോ ഇത് കൊണ്ടോ ഇത് ഫുള്ള് പീസിന്റെ ഇറങ്ങിയ ഏറ്റവും പുതിയ സെറ്റാണ് അശ്വർ C7 എന്ന് പറഞ്ഞത്. പിന്നെ എത്ര വട്ടം 1 പീസ് കണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് 1 പീസിന്റെ ഫസ്റ്റ് കാർഡ് തുറക്കാം. ഫസ്റ്റ് ഇത് തുറക്കാം. ഇത് ഭയങ്കര കട്ടി കേട്ടോ 1 പീസ്. ஈகிள் எல்லாரோட டீம்ல இருக்க பேரை சொல்லிட்டு ஓபன் பண்ணா அவங்க லக் இருக்க பாக்கலாம். പക്ഷെ എനിക്ക് 1 പീസ് കണ്ടിട്ടില്ല. നമ്മളോட ടീം ഇരിക്കുന്ന ആൾക്കാരുടെ പേര്. ഓ എനിക്കാണ് ഡിസ്കോഡ് ഒന്നും തൊട്ടിട്ട് വരുന്നില്ല കോച്ച്. എന്റെ PC എന്തോ ബഗ്ഗായിട്ടിരിക്കുക.
அப்ப எதுவும் பண்ணாது அப்படியே இரு விட்டுரு. അയ്യോ എടാ പോയി എല്ലാം പോയി പുറത്താക്കി കോച്ച് ഈ എന്ത് വേറെ വഴിയില്ല. ഓക്കെ, അപ്പൊ വൺ പീസിന്റെ ഫസ്റ്റ് കാർഡ്, കാർഡിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കേസ് ഇരിക്കുന്നത്. വൺ പീസ് എന്ന്. ഇതിൽ 24 പാക്ക് ഉണ്ട് കേട്ടോ. ഓക്കെ പക്ഷെ കാർഡിന്റെ എണ്ണം കുറവാ. 7 കാർഡോ 6 കാർഡോ എനിക്ക് കറക്റ്റ്. ഓക്കെ, വി ആർ ഗോയിങ് ടു ദ ഫസ്റ്റ് കാർഡ്. കുറച്ചുകൂടി ചെറുതാണല്ലേ? ഇതാണ് ഫസ്റ്റ് കാർഡ്. ഇത് ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല കോമഡി. അതൊന്നും ചിരിക്കാൻ സ്കൈഡാർസ്. കൃഷ്ണൻകുട്ടി. ആ, ഇത് രണ്ടാമത്തെ കാർഡ്. ഇത് മൂന്നാമത്തെ കാർഡ്. ജോക്കർ. ഇതൊരു ഫുൾ കാർഡാണ്. ഏതാ? ഇതൊക്കെ മറ്റേത് പോക്കിമോൻ ഇതൊക്കെ നൈസ്. ഇതും ഒരു ഫുൾ കാർഡാണ്. വൺ പീസ് മെയിൻലി എല്ലാം ഫുൾ ആയിട്ട് തന്നെ പ്രിന്റ് ചെയ്തു ആണല്ലേ? അപ്പൊ ആദ്യത്തിനകത്ത് അത്ര ഉണ്ടായിരുന്നുള്ളേ. നമുക്ക് രണ്ടാമത്തെ പൊട്ടിക്കാം. ഇതിനകത്ത് ജാപ്പനീസ് ബോക്സ് മേടിക്കുമ്പോ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ലൈക്ക് എന്തെങ്കിലും ഹിറ്റ് ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടും. ഓക്കെ, ഗൈസ് ഇത് അടുത്ത കാർഡ്. മറ്റേ അത് തന്നെ അത് തന്നെ. ഇത് അടുത്ത കാർഡ്. ഇത് അടുത്ത കാർഡ്. വൈറ്റ് ബീഡ്. നമുക്കറിയത്തൊക്കെ ഇത് മറ്റേ ഏത് ഇത് വൈറ്റ് ബീഡിന്റെ അമ്മായി. പേര് പറഞ്ഞായി. ഓ, ഒരു കിടില സാധനം വന്നേ. ഒരു കിടില സാധനം വന്നേ. ഇത് അത്യാവശ്യം റയർ കാർഡാണോ? ഇത് SR ആണ്. അത്രയും വരെയില്ല. ബട്ട് സ്ക്രൂവിലുള്ള ആളാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അത് റോബിനാണോ പോകാനൊക്കെ? റോബിൻ നമുക്ക് അറിഞ്ഞൂടല്ലോ. ഓക്കെ ഓക്കെ. ഞാൻ വൺ പീസ് കണ്ടുവരുന്നേ ഉള്ളൂ. എനിക്ക് അത്ര കറക്റ്റ് ആയിട്ട് അറിയില്ല. അടുത്ത കാർഡ്. ഡോക്ടർ റോബിയാണോ? അടുത്ത കാർഡ്. അതെന്നെ പോലെ വൺ പീസ് അടുത്ത കാർഡ്. ഓട്ടൊക്കെ കൊടുത്തേ കഴിഞ്ഞ വർഷം കൊറേ കൊടുത്തേ. അടുത്ത കാർഡ്. ഈ കാർഡിന് ഒടുക്കത്തെ ക്വാളിറ്റി കേട്ടോ. നല്ല രസമുണ്ട് കാർഡ് കാണാന്. ഇത് ലീഡർ കാർഡാണ്. തിരിച്ചു കഴിഞ്ഞാൽ റെഡ് കളർ കാണും. ഓ ഉണ്ട്, റെഡാ തിരിച്ചത്. ഇതാണ് ഫൈനൽ കാർഡ്. ഇതിനകത്ത് ഇത്രേ ഉള്ളു. ഇത് കൊറേ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ പടവടോടെ പൊട്ടിക്കട്ടെ. ഇപ്പൊ കാർഡ് രണ്ടായിരം ഇത് സോറൊന്നും അല്ലല്ലോ. ഇത് നാമിനെ കിട്ടാൻ പറ്റുമോ? നാമിനെ നാമി ഈ മാമി നാമിനെ തന്നെ നാമി അടിപൊളിയാ. ഓ ഇത് കൊള്ളാൻ കേട്ടോ. ഈ കാർഡ് കൊള്ളാൻ കേട്ടോ. ഇത് കാണാൻ നല്ല രസമുണ്ട്. ഏറ്റവും കൂടുതൽ ലുക്കുള്ള ആള് പെണ്ണ്. ഇത് നല്ല കാർഡാണോ? അത് നല്ലതാണ്. അത്യാവശ്യം വിലയുണ്ട്. അത്യാവശ്യം വിലയുണ്ടെന്ന് പറയുമ്പോ എത്ര? $12-13 കണ്ടുണ്ട്. $13. $13 $1200 ചേച്ചി ഡിമാൻഡ് കൂടുതലാണ്. ഭയങ്കര ഡിമാൻഡാണ് ആൾക്ക്. 1200 ചേച്ചി. അടുത്തത് മറ്റേ റിപ്പീറ്റ് അടിച്ചത്. ഇത് കൊള്ളാം. അടുത്തത്
ലാസ്റ്റ് അടുത്ത പാക്കറ്റ്. പിന്നെ ബ്രോ ഇതിന്റെ താഴത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ റേറിറ്റീസ് എഴുതിയിട്ടുണ്ട്. അതായത് കോമൺ ആണെങ്കിൽ സി, ലൈക്ക് SP ആണെങ്കിൽ അങ്ങനെ കുറെ RC എന്നൊക്കെ പറഞ്ഞ് പല പല റേറിറ്റീസ് എഴുതിയിട്ടുണ്ട്. ബ്രോ സമയം കിട്ടും നോക്കിയാണ്. ഓക്കെ ഞാൻ നോക്കാം. ആൻഡ് അടുത്ത കാർഡ് ഇത് ഒരു കാർഡ്. ഇത് കൊള്ളാം. റിപ്പീറ്റ് അല്ലേ? റിപ്പീറ്റ് ആണ്. വൺ പീസിന്റെ കാർഡ്സ് എല്ലാം കാണാൻ ആക്ച്വലി ഓ കാണാൻ നല്ല രസോടാ ഗൈസ്. ഈ കാർഡ് ഭയങ്കര കിടിലോ, കാണാൻ ഭയങ്കര കിടിലോ കേട്ടോ നേരിട്ട്. ഇത് ബെൻഡായി എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് പ്രിന്റ് ചെയ്യുന്നത്. അത് നല്ല ക്വാളിറ്റിയിൽ അവർ പ്രിന്റ് ചെയ്യുന്നത്. ഓ ഓക്കെ ലൈക് ബാൻഡായി തന്നെയല്ലേ ഇവരുടെ ഒക്കെ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ബെൻഡായി വൺ പീസ് നാമിയാന്ന് തോന്നുന്നു. ഫേസ് മറന്നു. ആണെന്ന് തോന്നുന്നു. ഞാൻ ഒന്ന് നോക്കട്ടെ ബ്രോ. നടന്നു എടുത്തോണ്ട് നാളെ ഞാൻ ഉറക്കം എണീക്കുമ്പോ ഇവിടെ കടിച്ചു പിടിച്ച് ദേവോട്ട് ഇരിക്കണല്ലേ ഇതൊക്കെ. 1500 അടുത്തൊരു കാർഡ് ഗൈസ്. ഈ കാർഡിന് ഒടുക്കത്തെ ക്വാളിറ്റി കേട്ടോ, ഭയങ്കര രസമുണ്ട്. നിങ്ങക്ക് ഇത് നേരിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അടുത്തത് ഇത് അതിന് ഇംഗ്ലീഷ് വേർഷൻ $28 എന്തോ ഉണ്ട്. അപ്പൊ ജാപ്പനീസ് അതിനൊരു $10 കുറവായിരിക്കും. ഓ ഏതിന്? നേരത്തെ എടുത്ത് അതിന് $18 $18 എടുത്ത് കാണാം. $20 $1800 എന്തോണ്ട് കേട്ടോ. അതെടുത്ത് നോക്കട്ടെ ഒരു സത്യം. ഈ വൺ പീസിനകത്തൊക്കെ നല്ല വിലയുള്ള കാർഡ്സ് ഒക്കെ ഉണ്ടോ ബ്രോ? ഉണ്ട്. റീസെന്റ് ഇതിന് മുന്നേ ഇറങ്ങിയ സെറ്റിനകത്ത് സാധനം വിറ്റുപോയത് $28,000 $28,000 $28,000. അതാണ് അതിന് വില പിന്നെയും കൂടിയെന്ന് തോന്നുന്നു. അതാ ബ്രോ എനിക്ക് എനിക്ക് വേണ്ട കേട്ടോ. ചിലപ്പോ അതൊക്കെ അടിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് അറ്റാക്ക് വരും ചിലപ്പോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ അത്ര വിലയുള്ള കാർഡൊന്നും വേണ്ട. ഇതിൽ ഏറ്റവും വില കൂടിയ കാർഡ് $7,000 USD. 7,000 ചീസ്. അടുത്ത ഇത് റിപ്പീറ്റാ, നമുക്ക് ഓൾറെഡി കിട്ടിയതാ. പക്ഷെ പോക്കിമോൺ പോലെ അല്ല, വൺ പീസിന് ഇങ്ങനത്തെ ഹിറ്റ് കാർഡ് കിട്ടാൻ ഭയങ്കര സാധ്യത കുറവാണ്. ഈ പുൾ റേറ്റ് എന്ന് പറയും, അതായത് ഭയങ്കര ഹിറ്റ് കിട്ടാനുള്ള സാധ്യത ഭയങ്കര കുറവാണ് വൺ പീസിൽ. ബ്രോ എനിക്കൊരു ഗോൾഡൻ കളർ കാർഡ് കിട്ടി. നോർമലാണോ? പക്ഷെ അത് ഗോൾഡൻ കളർ, അതിന്റെ ഫ്രെയിം എല്ലാം. വൺ പീസിന്റെ ഡിസൈൻ അത്യാവശ്യം നൈസാണ്. ആണല്ലേ? അടുത്തത് ഇത് മറ്റേ വെള്ളത്തിൽ കൂടെ നീന്തി പോണല്ലേ ഇത് വയറൊക്കെ ഉണ്ടല്ലേ. ഇതിലെല്ലാം കോമൺ കാർഡ്സ് ആയിട്ടോ ഇതിലെല്ലാം. അത്രേ ഉള്ളൂ. ലാസ്റ്റ് ആയിരിക്കും ഹിറ്റ് വരാറ്. കേട്ടില്ല. ലാസ്റ്റ് കാർഡാണ് പൊതുവെ ഹിറ്റ് വരുന്നത്. ആണല്ലേ? ഓക്കെ. ഇതിലൊരു കാർഡ്, ഇതൊരു കാർഡ്. ഇതൊക്കെ ആരുടെ? എനിക്ക് എങ്ങനെ അറിയാം? എന്നോട് ചോദിച്ചാൽ ഇതിപ്പോ ഞാൻ പറയുന്നത് മറ്റേ തെയ്യത്തിന് റെഡി ആയി നിൽക്കുന്ന പുള്ളി അല്ലേ? എനിക്കിതൊന്നും അറിഞ്ഞൂടാ. പുള്ളി നമുക്ക് അയച്ചു തന്നു, നമ്മൾ തുറക്കുന്നു. ഈ കാർഡ് കാണാൻ നല്ല രസമുണ്ട് ബ്രോ. കണ്ടോ? റെഡ് കണ്ടോ? അത് ലീഡർ കാർഡാണ്. റെഡ് അല്ലേ? ഈ വൺ പീസ് എന്ന് പറഞ്ഞ ഗെയിം, കാർഡ് ഗെയിം കളിക്കുന്ന ഈ ലീഡേഴ്സിനെ ബേസ് ചെയ്താണ്. അപ്പൊ ആ ലീഡർ കാർഡാണ് അതിനകത്ത് സത്യം പറഞ്ഞത്. ഓ ഓക്കെ 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 ഓക്കെ. ആ ഒരു കാർഡിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡെക്ക് ബിൽഡ് ചെയ്യുന്നത്. ഓ ഓക്കെ. അടുത്തത് തുറക്കട്ടെ.
ഒന്നും മനസ്സിലായില്ല എന്നാലും. എങ്ങനെ കളിക്കും അത് റിപ്പീറ്റാ ക്യാപ്റ്റൻ ക്യൂറോ. ഇല്ലില്ല കാര്യമില്ല. വാട്ടർ ടാങ്കിന് മുഖം വെച്ചതോ ഇവര് ഇതൊക്കെ എന്ത് കഴുത്തുനിന്ന് സ്പിന്നായിട്ട് ഫാന് പോലെ അത്. നീ ഇതൊക്കെ കാണാറുണ്ടോ? ഇല്ല ഇത് ഏത് യൂണിവേഴ്സ് തമ്പുരാനെ അറിയാം ഇത് എങ്ങനെ പൊട്ടിച്ച് തീർക്കണ്ടേ. നീലനെ അറിയോടാ? ജോക്കർ ഇത് ജോക്കർ അല്ലേ? അറിയണ പോലെ നമ്മൾ അഭിനയിക്കാൻ. മിസ്റ്റർ വൺ നയനോ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇത് ഇല്ല ബ്രോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് അത് ആട്ട് നല്ല വ്യത്യാസം ഉണ്ടാവും. ആണല്ലേ? ഇതിപ്പോ ആട്ടം തുപ്പും മാത്രമേ ഉള്ളൂ നമുക്ക് മനസ്സിലായ. ആർട്ടില്ല ആട്ടം തുപ്പും. ഇതൊക്കെ ആര് എങ്ങനെ അറിയാം? എനിക്ക് ഒരു പിടുത്തമില്ല. പിന്നെ അല്ല വൺ പീസ് കണ്ടു നോക്കുന്ന 1000 എത്ര എപ്പിസോഡേ ഉള്ളൂ. അയ്യോ ഇത് 1155. അടുത്ത കാർഡ് അത്രേ ഉള്ളൂ സത്യം പറഞ്ഞ. വളരെ കുറവാ. 25 ദിവസം മതി കാണാൻ. ഇത് അടുത്ത കാർഡ്. അത് നോർമലാണ്. ഇതെല്ലാം നോർമൽ അല്ലേ? ജങ്കോക്കാ അടുത്തത് കഴിഞ്ഞ് ഇനി 5 കാർഡ് കീറിപ്പോയി. ഇല്ല ഇത് റിപ്പീറ്റാ. ഇപ്പൊ ഇതിനകത്ത് നടക്കുന്ന സംഭവം വെച്ചാൽ ആൾക്കാര് മേടിച്ച് ബോക്സ് പൊട്ടിക്കാതെ വെച്ചിട്ട് ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിന്റെ വാല്യൂ കൂടും. അങ്ങനെ ആൾക്കാര് വിൽക്കും. ഇല്ല നീ ഒന്ന് പോയാടാളിയാ. പോ. അടുത്തത് ഇത് നല്ല കാർഡാണോ? ലീഡർ കാർഡ്. ഇത് കൊള്ളാം കാർഡ്. ഇത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഈ കാർഡ്. ഇതാന്നറിയാം അതാണ് സൂപ്പറാണി. നിന്റെ അച്ഛന്റെ കൂട്ടുകാരനാ. ഗൈസ് ഇനി നമുക്ക് വളരെ കുറച്ച് കാർഡ്സ് കൂടെ ഉള്ളൂ നമുക്ക്. പക്ഷെ നമുക്കൊരു ബമ്പർ കാർഡ് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. നിങ്ങളുടെ എല്ലാം കിളി പോകാൻ പോണ ഒരു കാർഡ് വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. നോക്കിക്കോണേ. ഒരു കാർഡ് വരാൻ പോണുണ്ടേ. നോക്കിക്കോണേ. ഇതിനകത്ത് തന്നെ ഒരു കാർഡ് വരാൻ പോണുണ്ടേ. ഒരു കിടുക്കാച്ചി കാർഡ് വരാൻ പോണുണ്ടേ. ഒരു 20 പേര് വീട്ടിലെത്തും. നാളെ നല്ലൊരു കാർഡ് വന്നു. $7,000 ഒരു കാർഡ് വരാൻ പോണുണ്ടേ. നമുക്കായിട്ട് ദൈവം ഒരു കാർഡ് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. വരും. പീറ്റർ പാർക്കർ അല്ലേ അത്? പീറ്റർ പാർക്കർ ആ പാക്കറ്റിലും ഇല്ല. ഒരെണ്ണം കൂടി കിട്ടുന്നതാന്ന് എനിക്ക് തോന്നുന്നു. ബോക്സിൽ ഗ്യാരണ്ടീഡ് ആയിട്ട് ഒരു ഹിറ്റ് ഉണ്ട്. കാണിക്കടാ ഓരോന്നും വരട്ടെ. നീ അല്ലേ ഇപ്പൊ കാണിക്കാൻ പറഞ്ഞു ഒരെണ്ണം. അതൊക്കെ വിശ്വാസമല്ലേ അതൊക്കെ. അടുത്തത് ഇത് റിപ്പീറ്റാ. ഓൾറെഡി കിട്ടിയതാ നമുക്ക്. ഇതും കിട്ടി. ഇവനെ 5 വട്ടം കിട്ടി. ഇവിടെ ഒരു നല്ല കാർഡ് ദൈവം എനിക്ക് തരും. നീ മറ്റേ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചേ അത് തന്നെ നാളെ കൊണ്ടുപോയിട്ടാ. ഇതാരാ? ഇവൻ എന്തിനു കൊടുത്തത്? ലുഫിയുടെ കാർഡൊന്നും റെയർ അല്ലല്ലേ ഇതിനകത്ത്? ലുഫിയാണ് ഞാൻ പറഞ്ഞില്ല 28,000 രൂപയ്ക്ക് വിറ്റ് പോയത്. ആക്ച്വലി ലുഫിയുടെ ഒരു കാർഡാണ്. ലൈവ് 50 ഇയർ ആയിരിക്കും. ഇതിന് എത്ര നോർമൽ കാർഡ്. പക്ഷെ ഈ കാർഡല്ല. പക്ഷെ ഈ കാർഡല്ല. ഇത് 26 രൂപ മാത്രം. ഒരു ലിങ്ക് അയച്ചു തരാം. അതിനകത്ത് സത്യം പറഞ്ഞാൽ ടോപ്പ് ചേസസ് എല്ലാം ഉണ്ട്. എത്ര രൂപയാണ് എന്നൊക്കെ ലിസ്റ്റ് ഉണ്ട്. അത് 28,000 USD. ഇത് 28 രൂപ 50 പൈസ. ഡിഫറൻസ് ഉണ്ട് നമുക്ക്. ഒരു ചായ ഒരുപാട് വട ക്യാൻസൽ. ഇത് റിപ്പീറ്റ് ആയത് നമുക്ക് ഓൾറെഡി കിട്ടി. ഇത് ഇവനെ കിട്ടിയതാ. ഇവനെ 5 വട്ടം കിട്ടിയവനെ.
ഇവരെയൊക്കെ ഒരുപാട് കിട്ടി, ഒരുപാട് വട്ടം. ഇപ്പൊ കിട്ടിയിട്ട് ഇത് എന്റെ എത്ര ജീവിതം. ബാക്കി ബാക്കിയുണ്ട് ബ്രോ ഇനി? ഇനി 1 2 3 4 5 ഉണ്ട്, 5 ഉണ്ട്. എന്റെ ജീവിതം ഇത് തുറന്ന് തീരുള്ളൂ. ഈ സമയത്ത് പണിക്ക് പോയിരുന്നെങ്കിൽ 12,000 രൂപ ഇതിന് മുകളിൽ ഉണ്ടാക്കായിരുന്നു. അത് ഏറ്റവും അടിയിലത്തെ കാണാൻ പോയി കേട്ടോ. ഇതായിരുന്നു ഇതിനകത്ത് ഏറ്റവും ടോപ്പ് കാർഡ്. ബാക്കിയെല്ലാം ഏത് മറ്റവൻ കൂടിയതല്ല അവൻ തന്നെ. ഈ ചപ്രിത്തലേൻ ഇവന് സാമാനം കാണാൻ പറ്റാത്തവനെ 5 വട്ടം കിട്ടി എനിക്ക്. തെയ്യത്തിന് റെഡിയായി നിൽക്കുന്ന മണ്ണൻ എല്ലാരും 5-6 വട്ടം കിട്ടി. ഇവരെയൊക്കെ ഇഷ്ടം പോലെ വട്ടം കിട്ടി. ബ്രോ ഇത് ടി സി ജി തുറക്കുന്നവരുടെ അവസ്ഥ ഇതാണ്, ശരിക്കും മനസ്സിലായില്ലേ? ആണല്ലേ, സത്യമല്ലേ. പിങ്കീസ് ലെജൻഡ്. അതെ, ഇതിനകത്ത് ജീവിക്കുന്ന ഒരുത്തിനെ പിടിച്ചാണ് നമ്മൾ വി സിയിൽ ഇരുത്തിയേക്കുന്നത്. ലെജൻഡ് കാണാതെ പുള്ളിക്ക് തന്നെ അറ്റാക്ക് വന്നേ. ഇപ്പൊ മനസ്സിലായ? എന്നോട് കുറെ പേര് പറഞ്ഞു ബ്രോയ്ക്ക് പാക്കേജ് കൊടുത്തിട്ട് പുള്ളിക്ക്. ബ്രോക്ക് കിട്ടിയതിൽ ഏറ്റവും ടോപ്പ് കാർഡ് എത്ര രൂപയുടെയാ? ഞാൻ അന്ന് ബ്രോ ഒരു വീഡിയോ റിയാക്ട് ചെയ്തില്ലേ 70,000 രൂപയ്ക്ക് കിട്ടിയില്ലേ? ഗൈസ്, ഞാൻ ഈ പൈസയുടെ കാര്യം പറയണത് ചുമ്മാ നിങ്ങൾക്ക് അവരെ ഇത് അറിയാൻ വേണ്ടി, അല്ലാതെ ഇത് എല്ലാരും പൈസക്ക് വേണ്ടി മാത്രമല്ല ഇത് കളക്ട് ചെയ്യണം. മനസ്സിലായ? ഇതൊരു ഹോബിയുള്ള കുറെ പേരുണ്ട്. ഞാൻ അവരെ ആ കൾച്ചറിനെ ഞാൻ ഡിസ്റെസ്പെക്ട് ചെയ്യുമല്ല. ഞാൻ ചുമ്മാ നിങ്ങൾക്കൊരു എക്സൈറ്റ്മെന്റിന് വേണ്ടി കാർഡ്സിന്റെ വില അറിയാനും വേണ്ടിയിട്ട് ചുമ്മാ പറയുന്നേ ഉള്ളൂ. ഇതെല്ലാവരും ഇവരെ പോലത്തെ കുറെ ആൾക്കാർ ഇത് കളക്റ്റബിൾസ് ആയിട്ട് കളക്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർ ഈ പൈസ ഒന്നും നോക്കത്തില്ല. ഇവന്തോ അങ്ങനെ ഒരു കാർഡ് വന്നാലും അവർ കീപ്പ് ചെയ്യത്തേ ഉള്ളൂ. നമ്മൾ അടുത്ത ദിവസം പോയി മന്തി മേടിച്ച് ഇന്ന് ഇവരത് കീപ്പ് ചെയ്തിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെ ആ കാർഡിന് റയറിറ്റി വരുന്ന സമയത്തൊക്കെ വിൽക്കണം. മനസ്സിലായി? അങ്ങനെ ഒരു കൾച്ചർ ഉണ്ട് ഇതിന്. ഞാൻ ഇത് ചുമ്മാ നിങ്ങൾക്കൊരു ഇതാവട്ടെ എന്ന് വിചാരിച്ച് പറയണതാ. അടുത്ത നമുക്ക് ഇനി 2-3 പാക്കറ്റ് കൂടെ ഉള്ളൂ ഗൈസ്. പക്ഷെ ഒരു റയർ കാർഡ് എനിക്ക് തരും ദൈവം. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞില്ലേ? കിട്ടി. അത് കിട്ടിയതാ, അത് ഓൾറെഡി കിട്ടിയതാ. റിപ്പീറ്റാ. ഇത് അടുത്തത് അടുത്ത കാർഡ് സോറോ ആണേ. അതെനിക്ക് സോറോ അല്ലേ? ഇതിനകത്ത് പേര് വായിക്കാൻ എവിടെടാ? ഏത് language ൽ എഴുതിയേക്കുന്നെ? സോറയാണത്. പേര് വായിച്ചത് ജാപ്പനീസ് അറിയാലോ, ഒരുപാട് കണ്ടല്ലോ ജാപ്പനീസ്. കത്തി കണ്ടപ്പോഴേ സോറോ എനിക്കറിയാം, കാരണം സോറോ എന്റെ വീട്ടിലിരുണ്ടേ. മറ്റേ ആക്ഷൻ ഫിഗർ. പക്ഷെ ബ്രോയ്ക്ക് ഇതിനകത്ത് ഓൾറെഡി ഒരു ഓൾട്ടർനേറ്റ് ആയിട്ട് ഒരു നൈസ് കാർഡ് ഒരെണ്ണം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? അതവിടെ ആദ്യം കിട്ടിയ ഒരെണ്ണം അതാണോ ബോക്സിറ്റ്? എനിക്കിപ്പോ സംശയം. അതായിരുന്നു ഏറ്റവും ടോപ്പ് കാർഡ്. അറിയില്ല, നമുക്ക് നോക്കാം. അയ്യോ, അങ്ങനെ പറയരുത്. ഇതെല്ലാം റിപ്പീറ്റാ. ഇത് ഒത്തിരി കിട്ടി അവന് ഒരു 1/2 കിലോ ഗീവ് അവേ ചെയ്യാവേ. ഇവരെ ഒരു 1/4 കിലോ ഗീവ് അവേ ഉള്ളതുകൊണ്ട് അവര് അത്രയും കിട്ടിയത് കാർഡായിട്ട്. വീട്ടിൽ വരുമ്പോ എടുത്തോളാം. അയ്യോ, എന്തോ ഒരു കാർഡ് വന്നേ ബ്രോ. എനിക്ക് അറിഞ്ഞൂടെ ഇത് എന്താ. അടുത്താണ്. ഇതല്ലേ അടുത്താണ്. ഇതൊരു ബ്ലാക്ക് കളർ, ഫുള്ളി ബ്ലാക്ക് കളർ, പച്ച കളറൊക്കെ ബാക്കില്. ഇത് ഡോൺ കാർഡ് എന്നാണ് പറയുന്നത്. ഇതിനൊരു ഗോൾഡൻ ബോർഡർ ഉണ്ടെങ്കിൽ നല്ല വിലയുണ്ട്. പക്ഷെ ഗോൾഡൻ ബോർഡർ ഇല്ല ഇപ്പൊ. സ്വർണ്ണ കളർ അടിച്ചാ മതി. ഈ കാർഡിലെല്ലാം മെയ്ഡ് ഇൻ ജപ്പാൻ എഴുതിയിട്ടുണ്ട്. ബണ്ടായി മെയ്ഡ് ഇൻ ജപ്പാൻ. ബെൻഡായാണ് പ്രിന്റ് ചെയ്യുന്ന കമ്പനി. ഇത് ഒരു 1/2 കിലോ ഗീവ് അവേ ഉള്ളതാ. ഇവനെ ഉണ്ട്. ഇവനെ ആർക്കെങ്കിലും വേണമെങ്കിൽ അവനെ 1/2 കിലോ ഗീവ് അവേ. ഭയങ്കര കൂടികളാ. ശങ്കന്ത കോട്ട. ശങ്കനാ അടുത്തത്. ഇത് മറ്റേ ഇങ്ങനെ പറഞ്ഞല്ലേ ചുണ്ടലികളോ ഇഷ്ടം പോലെ. അതറിയാം. ഇത് റിപ്പീറ്റ് കാർഡാണ് ബ്രോ. എനിക്കൊരു ഗോൾഡൻ ഇതുള്ളത് കാർഡ് കിട്ടി ബ്രോ. ഇത് ഫുള്ള് ഗോൾഡൻ. ഇതാണ് ഗോൾഡൻ ആണ് ഫുള്ള്. വീണ്ടും നേരത്തെ അത്യാവശ്യം നല്ല കാർഡാ. പക്ഷെ $4 $4 9 9 18 9 27 9 36. പിന്നെ
18 ഇത് സത്യം ലാസ്റ്റ് 3 ഈ ആണ്. one- ലാസ്റ്റ് 3 കാർഡ്സ്. ലാസ്റ്റ് 3 വൺ പീസ് പോലെ അല്ല പൊക്കിമോൺ പോലെ അല്ല. വൺ പീസ് നല്ല നല്ല പാടാ സാധനം കിട്ടാൻ, നല്ല കാർഡ്സ് കിട്ടാൻ വേണ്ടി. ആണല്ലേ? ആ കിറ്റ് കിട്ടാൻ ഭയങ്കര പാടാ. പൊക്കിമോൺ നമുക്ക് കുറച്ച് കിട്ടിയായിരുന്നു. വാട്ടർ ടാങ്കിന് മുഖം വന്ന അടുത്തത് ഇവനെ ഇത് റിപ്പീറ്റാ. ഇത് റിപ്പീറ്റ് കാർഡാ. ഇത് റിപ്പീറ്റ് ആണ് ഗൈസ്. നിങ്ങൾ ഈ നീലവട്ടത്തിൽ കാണുന്നുണ്ട് കേട്ടോ. ഇത് നല്ല രസമാണ് ഈ കാർഡ് കാണാനേ. നല്ല രസമുണ്ട് ഇത് കാർഡ് കാണാൻ. ഇതെല്ലാം റിപ്പീറ്റാ. ഇവനെയൊക്കെ 5 വട്ടം കണ്ടോ 10 വട്ടം കണ്ടോ പറ്റി. തേനീച്ചയാ ഇനിയാ ലാസ്റ്റ് 3 ആണ്. ലാസ്റ്റ് 3 ദൈവമേ ഈശ്വര ഭഗവാനെ. ദൈവമേ നല്ല കാർഡ് ഇടണേ. ദൈവമേ റയർ കാർഡ് തരണേ ഈശ്വര ഭഗവാനെ. ഇത് മുമ്പേ നമ്മൾ കണ്ടില്ലേ വാട്ടർ ടാങ്ക്, അവന്റെ വാ ഊരി എടുത്തത് കണ്ട. അത് വരണം. ഇത് വീണ്ടും ചുണ്ടലിയുടെ വേറൊരു കാർഡ്. ബ്രോ എനിക്കൊരു കിടില ലുഫിയെ കിട്ടി. ഇല്ല ഫുള്ള് റെഡ് കളറൊക്കെ ആയിട്ട് വരുന്ന ഒരു സാധനം. ഓ അത് കൊള്ളാം. SR ആണ് പക്ഷെ അത്ര കിടലല്ല. കൊള്ളാം. നൈസ് ആണ്. ഇതിന്റെ ഇപ്പൊ നമ്മൾ തുറക്കുന്നതല്ല ജാപ്പനീസ് വേർഷൻ ആണ്. ഇതിന് ഇംഗ്ലീഷ് വേർഷനും ഉണ്ട്. അപ്പൊ ഇംഗ്ലീഷിനാണ് കുറച്ചുകൂടി വില കൂടുതൽ. കാര്യം ഈ ലാംഗ്വേജും ലൈക്ക് വൈഡ്ലി അക്സെപ്റ്റഡ് ആയതുകൊണ്ട്. പിന്നെ അതിന്റെ ബോക്സിന് നല്ല വിലയാണ്. ഇപ്പൊ നമ്മൾ തുറക്കുന്ന ഇത് സെയിം ഇംഗ്ലീഷ് ബോക്സിന് ഏകദേശം 17,000 രൂപ ഒരു ബോക്സിന് തന്നെ വരും. അപ്പൊ അടുത്തത് ഗൈസ്, അടുത്ത സെക്കൻഡ് ലാസ്റ്റ് ബോക്സ് ആണ്. സെക്കൻഡ് ലാസ്റ്റ് കവർ ആണ് ഇത്. സെക്കൻഡ് ലാസ്റ്റ് കവർ. ഇതൊക്കെ ഇഷ്ടം പോലെ വട്ടം കിട്ടി ഇവനെയൊക്കെ. ഇതില് എന്തെങ്കിലും ഉണ്ടാവും. മിഹോക്കിന്റെ ബോട്ട് നോർമലാണ്. ലാസ്റ്റ് പാക്ക് ആണ്. ലാസ്റ്റ് മുട്ടാണ് ഈശ്വര ഭഗവാനെ ദൈവമേ. എല്ലാവരും പ്രാർത്ഥിച്ചായിരിക്കും വേണ്ടി. ചേട്ടന്റെ പേര് എഴുതി വെച്ചു. ദൈവമേ നമ്മളെ എത്തിയസ്റ്റാ ബ്രോ. രണ്ട് 3 കൂടി 3 സഞ്ജി വരണം. 4 ലാസ്റ്റ് അല്ല ഒരു ഒരെണ്ണമുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാർഡ്. ഗോൾഡൻ ബോർഡർ ഉണ്ട് ബ്രോ ഇതിന്. ഇല്ല ബ്രോ നോർമല. ഇനി അവസ്ഥ UPയിലേക്ക് ചോദിച്ചായിരുന്നു കേട്ടോ. എക്സ്ട്രാ ഉള്ള കടയെല്ലാം അങ്ങ് മാറ്റി. ഗൈസ് ഇത്രയും ഇതിനകത്ത് കൊള്ളാവുന്ന 2 ഹിറ്റ് കിട്ടിയുള്ളൂ. കൊള്ളാവുന്ന ഇത്രയും കാർഡ് അൺബോക്സ് ചെയ്തപ്പോ നമുക്ക് ഇത്രയും കാർഡാ കിട്ടിയത് കൊണ്ടോ. ഇത് കൂടാതെ ഇപ്പുറത്ത് പോക്കിമോനും 35 പേർക്ക് എടുക്കാനുള്ളതല്ലേ? ഇത് വൺ പീസ് കാണുന്നവർക്ക് എന്തരാടാ ഈ കാർഡ്സ് ഒക്കെ? നിങ്ങൾക്കല്ലടാ ലൈവ് കാണുന്നവർക്ക്. സോറി ലൈവ് കാണുന്ന വൺ പീസ് ഫാൻസിന് ഞാൻ ഈ കാർഡ്സ് ഗീവ് അവേ ചെയ്യാൻ പോവാണ്. അപ്പൊ ബ്രോ കിടിലം എക്സ്പീരിയൻസ്. സത്യം പറയാലോ ഞാൻ ഇങ്ങനെ ഒരു കൾച്ചർ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് അറിയണത്. താങ്ക് യു ഫോർ സെൻഡിങ് മീ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് എന്താ പറയാ ഗൈസ്, നിങ്ങളൊക്കെ പുള്ളിയുടെ ഇത് പ്രൊഫൈൽ കണ്ടിട്ടില്ലെങ്കിൽ ഡു ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. എന്താ പോക്കി മച്ചാൻ അല്ലേ?
പോക്കി മച്ചാൻ ഈ ഒരു കൾച്ചർ നല്ലൊരു അക്ഷരം മാറ്റി വിളിക്കാറുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഈ ഒരു കൾച്ചർ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഗൈസ് ഡു ഫോളോ ഹിം. പുള്ളിയുടെ അക്കൗണ്ടിൽ ഇതുപോലത്തെ കുറെ അൺബോക്സിങ്ങുകളുണ്ട്. നമ്മൾ അന്നൊരു വീഡിയോ കണ്ടപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്തപ്പോഴാണ് പുള്ളി നമ്മുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്തത്. ആൻഡ് അന്ന് അങ്ങനെ ചുമ്മാ നമുക്ക് അയച്ചു തന്നതാ. ബ്രോ ഇത് ഏകദേശം 10,000-11,000 രൂപ വില ഉണ്ടല്ലേ? ഒരു ബോക്സ് 9K മറ്റേത് 10K ഒരെണ്ണം 6K 16K എടുത്തത്. 10,000-15,000 രൂപയുടെ കാർഡാണ് നമ്മളിപ്പോ അൺബോക്സ് ചെയ്ത് കണ്ടത്, മനസ്സിലായ? അപ്പൊ എന്തായാലും ബ്രോ താങ്ക് യു സോ മച്ച്. താങ്ക് യു ബ്രോ, താങ്ക് യു. ഒറ്റ കാര്യം പറയാനുള്ളൂ, ലൈക്ക് ഇതിപ്പോ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ 10-25 കൊല്ലമായിട്ട് നമുക്ക് കമ്മ്യൂണിറ്റി ഉണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോ ഒരു കാർഡ് വിൽക്കണമെങ്കിലും വാങ്ങണമെങ്കിലും ഇവിടെ ഓപ്ഷൻ ഗ്രൂപ്പ്, വെൻഡേഴ്സ്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട് നമുക്ക് വിൽക്കാൻ. പക്ഷെ നാട്ടിൽ അങ്ങനെ ഇപ്പൊ നമ്മൾ കമ്മ്യൂണിറ്റി ഫോം ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് നല്ലൊരു സാധനം മേടിച്ച് നല്ല കാർഡ് കിട്ടിയാൽ തന്നെ പെട്ടെന്ന് തന്നെ വിൽക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ എല്ലാവരും ഇതിന്റെ ലൈക്ക് ഈ റേറ്റും കാര്യങ്ങളും ഇപ്പൊ നല്ല കാർഡ് കിട്ടിയിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നവരുണ്ട്, ഇത് എന്ത് ചെയ്യും, എനിക്കിത് വിൽക്കണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറയുന്നത് ഇത് ഹോബിയാണ്. അപ്പൊ നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു 2 years ഒക്കെ കഴിയുമ്പോൾ നമുക്കൊരു ബൈങ് ആൻഡ് സെല്ലിംഗ് കമ്മ്യൂണിറ്റി ഒക്കെ പതുക്കെ സെറ്റ് ആവുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ആ ഒരു സാധനം കൂടി എല്ലാവരും ഒന്ന് മൈൻഡ് വെക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ ഷെയറിംഗ്. ഓക്കെ മച്ചാ, ഓക്കെ അപ്പൊ കാണാം. ബൈ. ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ, കൊള്ളാം. അയ്യോ ഇതെല്ലാം കൂടെ അത്രയും വേസ്റ്റ്. അത്രയും കവർ 1/2 കിലോ ഒരു 1/2 കിലോ അത് തൂക്കിയിട്ടാ കാശായി. 19,000 രൂപയുടെ കവറാണ്. കവറിന് വില ഉണ്ടോ? കവർ കളക്ഷൻ. ഏടാ ചൂടെ നിന്റെ ഇത് കഴിഞ്ഞാടാ, ബാങ്ക് കഴിഞ്ഞാടാ. പറക്കി വേസ്റ്റ് കേട്ടെ. കിഴപ്പടിച്ച് ബാങ്ക് കിട്ടിയതല്ലേ ചൂടെ. ഇല്ലടാ കോച്ചിനെ പറഞ്ഞ ഞാൻ തല്ലൂടാ, ഞാൻ സൂപ്പർ. എന്നിട്ട് കോച്ചിട്ട് ഓടിയില്ലേ തന്നെ? ഇത്രയും കാർഡ്സ് ഉണ്ട് കഴിച്ചു. ഞാൻ നിങ്ങൾക്ക് ആനിമേ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡു കോണ്ടാക്ട് മീ. ഈ കാർഡ്സ് ഒക്കെ വേണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ തരാം. എനിക്ക് അങ്ങനെ കളക്ഷൻ ഒന്നുമില്ല. ബാക്കി നല്ല വില. പുള്ളി പോയോടാ, വിലയുള്ള 5-6 കാർഡ് പറക്കി വെക്കാം, ബാക്കി ഇവർക്ക് കൊടുക്കാം.